സർക്കാർ ജോലിക്കിടയിലും വീട്ടുവളപ്പിൽ വിവിധയിനം റംബൂട്ടാനുകളും മറ്റു വൃക്ഷങ്ങളും വളർത്തി മാതൃകയാവുകയാണ് ആലുവ കുട്ടമ്പശ്ശേരി സ്വദേശി സിദ്ദിഖ്. ജോലിയുടെ ഇടവേളകളിലാണ് നെടുമ്പാശ്ശേരി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കൂടിയായ ഇദ്ദേഹം തോട്ടം പരിപാലിക്കുന്നത്. വീട്ടുവളപ്പിലെ 20 സെന്റ് സ്ഥലത്താണ് സിദ്ദിഖ് റംബൂട്ടാനടക്കം വിവിധയിനം പഴങ്ങളും പച്ചക്കറികളും നട്ടുവളർത്തുന്നത്. പ്രളയശേഷം നട്ടുപിടിപ്പിച്ച റംബൂട്ടാനിലെല്ലാം നിറയെ പഴങ്ങൾ നിറഞ്ഞു. ബിഞ്ചായി, റോൺ ഗ്രീൻ, മഹാർലിക, മൽവാന തുടങ്ങിയ 13 ഇനം റംബൂട്ടാനുകളാണ് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത്. പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന വാഴയും കപ്പയും മാറ്റി വിദേശ പഴങ്ങൾ നട്ടുപിടിപ്പിച്ചപ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തിയിരുന്നു. എന്നാൽ ജോലി തിരക്കിനിടയിലും സ്ഥിരോത്സാഹത്തോടെ മണ്ണിലിറങ്ങിയപ്പോൾ സിദ്ദിഖിന്റെ വീട്ടുവളപ്പിൽ എല്ലാം വിളഞ്ഞു. കൃഷി ഇതിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ തന്നെ കൊണ്ടുനടക്കുന്നതാണ്. അപ്പോൾ അതിൽ പഴവർഗ്ഗങ്ങളാണ് കൂടുതലും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൂടാതെ നെൽകൃഷിയും മറ്റുമെല്ലാം ചെയ്യുന്നുണ്ട് ചെറുപ്പകാലം മുതലേ. അപ്പോൾ പഴവർഗ്ഗങ്ങളിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്നൊരു വിളയാണ് ഈ റംബൂട്ടാൻ എന്ന് പറയുന്നത്. റംബൂട്ടാൻ തന്നെ പല വെറൈറ്റികളുണ്ട്. 13ഓളം വെറൈറ്റി ഞാനിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ വെറൈറ്റികൾക്കും പ്രത്യേക ടേസ്റ്റും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ചുരുങ്ങിയ സ്ഥലമുള്ള ആളുകളാണ്. ചുരുങ്ങിയ സ്ഥലത്തിലും ഇതൊരു 15 സെൻറ്റ് സ്ഥലത്താണ് ഞാനിത് ഇത്രയും പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നപോലെ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ കഴിയും. നല്ല പഴവർഗ്ഗങ്ങളും മറ്റ് പച്ചക്കറികൾ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റ് പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്, പ്ലാവ് പോലെയുള്ള ചെയ്യുന്നുണ്ട്. പിന്നെ നെൽകൃഷി സർക്കാരിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി, സപ്ലൈകോക്ക് കൊടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആവശ്യത്തിന് നല്ല അരിയാക്കി വീടുകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകൾക്കും കൃഷി എന്ന് പറയുന്നത് വലിയ തോട്ടമുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല. വീട്ടുവളപ്പിലെ കൃഷി ഇന്ന് സർക്കാർ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പദ്ധതികളും ധാരാളമുണ്ട്. നമ്മുടെ ചുരുങ്ങിയ സ്ഥലത്തും ഡ്രമ്മുകളിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിടങ്ങളിലും കൃഷിയാവുന്ന രീതികളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കൃഷിയിലേക്ക് വരണം. നല്ല ഭക്ഷണം നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. പെരുമണ്ണ് എന്നു പേരുള്ള കല്ലും ഉമിമണ്ണും കൂട്ടും കൊണ്ട് പണിത വീട്ടിൽ സിമന്റ് ഉപയോഗിച്ചിട്ടില്ല. MSW ബിരുദധാരിയായ സിദ്ദിഖ് ജോലിക്കൊപ്പം 20 ഏക്കറോളം നെൽകൃഷിയും തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, പയർ, വെണ്ട, മത്തൻ തുടങ്ങിയ പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട്. റീലെടുക്കാനും റംബൂട്ടാൻ വാങ്ങാനുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. സീ മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.